ബാലൻ ദ ബോയ്, ചിന്ന ചിന്ന ആസൈ, ബ്ലാസ്റ്റ്, ഒബ്സഷൻ, സീക്രട്ട് ഓഫ് കലിംഗ, മോളിവുഡ് ടൈംസ്, മാലിനി ബഗരാം, അതുപോലെ തന്നെ ദൃശ്യം 3 എന്നീ സിനിമകളിലെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് വ്യൂസ് ചാനൽ. ആദ്യം തന്നെ ബാലൻ ദ ബോയ് എന്ന സിനിമയെ പരിശോധിക്കാം. നമുക്ക് ചിദംബരമാണ് സംവിധാനം, തിരക്കഥ നമ്മുടെ ജിത്തു മാധവനാണ്, മ്യൂസിക് സുഷിൻ ശ്യാമാണ്. സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 ദിവസം ആവുകയാണ്, ഒരാഴ്ചയിലോട്ട് പോവുകയാണ്. സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ സിനിമയ്ക്ക് 84 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ചത്. സിനിമയ്ക്ക് ബുധനാഴ്ചയായിട്ട് സിനിമ ടോട്ടൽ 6 ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് സിനിമയ്ക്ക് 8,98,00,000മാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അപ്രോക്സ് ആയിട്ട് ഇന്ന് സിനിമ 9 കോടിയിലോട്ട് പോകും കേരള ഗ്രോസ് ആയിട്ട്. വേൾഡ് വൈഡ് ആണെങ്കിലും സിനിമയ്ക്ക് 15 കോടിയുടെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബോക്സ് ഓഫീസ് ആയിട്ട്. അടുത്ത സിനിമ ഇന്ദ്രൻസേട്ടൻ അഭിനയിച്ച ചിന്ന ചിന്ന ആസ എന്ന സിനിമയുടെയാണ്. കേരളത്തിലെ സിനിമയ്ക്ക് ഇന്നലെ 9.30 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ സിനിമയ്ക്ക് ചിന്ന ചിന്ന ആസ ഈ സിനിമയ്ക്ക് നിലവിൽ 6 ദിവസം കൊണ്ട് 99 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസ്. സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 1 കോടിയിലോട്ട് പോവുകയാണ് നമ്മുടെ ചിന്ന ചിന്ന ആസ എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ്. എന്തായാലും സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഓൾമോസ്റ്റ് 1 കോടിയുടെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ഇന്ദ്രൻസേട്ടൻ അഭിനയിച്ച ചിന്ന ചിന്ന ആസൈക്ക് സിനിമയുടെ കൂടുതൽ കളക്ഷൻ. മറ്റൊരു സിനിമയാണ് ബ്ലാസ്റ്റ്, തമിഴ് സിനിമ. സിനിമ ഇന്ന് OTT റിലീസിന് വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് ബുധനാഴ്ച ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് 6 ലക്ഷമാണ് ഫൈനലായിട്ട് OTT റിലീസിന്റെ തലേ ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ സിനിമ തിയേറ്റർ റിലീസിന് വന്നിട്ട് ഇപ്പോൾ നിലവിൽ നമ്മുടെ ബ്ലാസ്റ്റ് എന്ന സിനിമ പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സ് ആയിട്ട് 28 ദിവസമായിരിക്കുകയാണ്. 28 ദിവസം കൊണ്ട് 15,25,00,000മാണ് സിനിമയുടെ ബോക്സ് ഓഫീസ്. ഈ വർഷം റിലീസ് ചെയ്ത ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന തമിഴ് സിനിമയാണ് നമ്മുടെ ബ്ലാസ്റ്റ്, അത് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് കേൾക്കാൻ സാധിക്കുന്ന നമ്പേഴ്സ് 70 കോടിന് മുകളിലാണ്. 73, 75 എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് അല്ല, ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ബ്ലാസ്റ്റ് സിനിമയുടെ. മറ്റൊരു സിനിമയാണ് ഒബ്സഷൻ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ കേരളത്തിലെ സിനിമയ്ക്ക് ഇന്നലെ ബുധനാഴ്ചയായിട്ട് 4 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 27 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 4,87,00,000മാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഒബ്സഷൻ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടിയിലോട്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 2000 കോടിയുടെ മുകളിലാണ്, 2,500 കോടിയുടെ മുകളിലാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്ന നിലവിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ്. മറ്റൊരു സിനിമയാണ് സീക്രട്ട് ഓഫ് കലിംഗ. നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ അടുത്ത ഫ്ലോപ്പ് സിനിമ അല്ലെങ്കിൽ ഡിസാസ്റ്റർ സിനിമ എന്ന് വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാം. ബോക്സ് ഓഫീസൊക്കെ വളരെ മോശമാണ്. ഇന്നലെ സിനിമയ്ക്ക് 4 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ചത് നമ്മുടെ സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ തിയേറ്റർ റിലീസിന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 7 ദിവസം ആയിട്ടുണ്ട്, ഒരാഴ്ച കൊണ്ട് കേരളത്തിൽ നിന്ന് 54 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പടത്തിന് വളരെ മോശമായ ഒരു ബോക്സ് ഓഫീസ് ഡിസാസ്റ്ററിലോട്ടാണ് പോകുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറഞ്ഞ സിനിമ. മറ്റൊരു സിനിമയാണ് നെസ്ലിൻ അഭിനയിച്ച മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായകാണ് സംവിധാനം ചെയ്ത് വന്ന സിനിമയാണിത്. നെസ്ലിൻ, അതുപോലെ തന്നെ നമ്മുടെ ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസനൊക്കെ, അതുപോലെ തന്നെ ഷർഫുദ്ദീനൊക്കെ, അങ്ങനെ ഒരുപാട് കാസ്റ്റുള്ള ഒരു സിനിമയാണ്. സിനിമയ്ക്ക് ബുധനാഴ്ച 2.50 ലക്ഷമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും. ചിത്രം തിയേറ്റർ റിലീസിന് വന്നിട്ട് 20 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 3 ആഴ്ചയിലോട്ട് പോവുകയാണ് നമ്മുടെ മോളിവുഡ് ടൈംസ്. ചിത്രം കേരളത്തിൽ നിന്ന് 9,85,00,000മാണ് കാണാൻ സാധിക്കുന്നത് 20 ദിവസം കൊണ്ട്. ടോട്ടൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് 20 കോടിയുടെ മുകളിലാണ് ഗ്രോസ് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് നിലവിൽ കേരളത്തിൽ നിന്ന് സിനിമ 10 കോടിയിലോട്ട് പോവുകയാണ്. എന്തായാലും സിനിമയ്ക്ക് ഈ വരുന്ന ശനി ഞായറൊക്കെ ഒരു നിർണായകമായ ദിവസം തന്നെയാണ്. കാരണം സിനിമ ഓൾമോസ്റ്റ് ഫൈനൽ ക്ലോസിങ്ങിൽ കേൾക്കാൻ സാധിക്കും. സിനിമയുടെ കളക്ഷൻ കാണുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും പടത്തിൽ റണ്ണിങ് കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് മോളിവുഡ് ടൈംസിൻ്റെ കൂടുതൽ കളക്ഷനായിട്ട്. മറ്റൊരു സമന്ത അഭിനയിച്ച സിനിമയാണ് നമ്മുടെ മാലിനി ബഗരാം എന്ന് പറഞ്ഞ സിനിമ. കേരളത്തിൽ നിന്ന് ബുധനാഴ്ചയായിട്ട് ചിത്രത്തിന് 1.80 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കും നമ്മുടെ മാലിനി ബഗരാം എന്ന് പറഞ്ഞ സിനിമ. കേരളം നിലവിൽ 7 ദിവസമായിരിക്കുന്നു, ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 18.80 ലക്ഷമാണ് ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത് 7 ദിവസം കൊണ്ട്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗം. ലാലട്ടൻ, ജിത്തു ജോസഫ് കോമ്പോയിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. ചിത്രത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ സിനിമയ്ക്ക് ഇന്നലെ ബുധനാഴ്ചയായിട്ട് 1.50 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ അങ്ങനെ 35 ദിവസമായിരിക്കുകയാണ്. സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 90,17,00,000മാണ് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് പടം പല തിയേറ്ററുകളിൽ നിന്ന് വാഷ് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോഴും സിനിമ 2-3 ചിലയിടങ്ങളിൽ മാത്രം റണ്ണിങ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമുക്കിപ്പോഴും. എന്തായാലും പടം OTT റിലീസിന് ശേഷം നല്ല രൂക്ഷമായ ട്രോള് കാണാൻ സാധിക്കുന്നുണ്ട്.
നല്ല പോലെ എന്ന് പറഞ്ഞാൽ നല്ല പോലെ കാണുന്നുണ്ട്. പെർപ്പസ്ഫുള്ളി ചെയ്യുന്ന പോലെയൊക്കെ തോന്നും ചില ട്രോള് കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും എല്ലാവരും ഇരുത്തി പൊരിക്കുന്നുണ്ട്. ആർക്കും ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു ഈ സിനിമ ഇത്രയും നല്ല കളക്ഷൻ എടുക്കുമെന്ന്. അതും മിക്സ്ഡ് അഭിപ്രായങ്ങൾ വന്നിട്ട് പോലും. എന്തായാലും വേൾഡ് വൈഡ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ 239 കോടി എന്നാണ് കേൾക്കാൻ സാധിക്കും നിലവിൽ ഇതുവരെയായിട്ട്. എന്തായാലും നമ്മുടെ മഞ്ഞുവൽ ബോയ്സിനെ തൊടാൻ പോലും പറ്റിയില്ല. തൊട്ട് പിന്നാലെ തന്നെയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഇത്രയും സിനിമകൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ കൺബോക്സ് ചെയ്യപ്പെട്ടത്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യും നമുക്ക് കൂടുതൽ സിനിമകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് വരും ദിവസങ്ങളിൽ. അതിനും പക്ഷേ ആദ്യം കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് വ്യൂ സിനിമ ട്രാക്കർ.